സംസ്ഥാനത്ത് ശക്തമായ മഴയാണ് പലയിടത്തും. വയനാട്, മലപ്പുറം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. വയനാട്, ഇടുക്കി, തൃശൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. കേരള തീരത്ത് മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം ഇടുക്കി ബൈസൺ വാലിയിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ചൂരൽമല പുന്നപ്പുഴയിൽ ശക്തമായ കുത്തൊഴുക്ക് തുടരുകയാണ്. വയനാട് സുൽത്താൻ ബത്തേരി കല്ലൂർ പുഴ കരകവിഞ്ഞ് ഒഴുകുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി രാകേഷ് ചേരുന്നുണ്ട്. രാകേഷ്, സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമാണ്, പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ. അതിൽ ഏറ്റവും ആശങ്കയുയർത്തുന്നത് ഈ വയനാട്ടിലെ ചൂരൽമലയിലെ പുന്നപ്പുഴയിലുള്ള കുത്തൊഴുക്ക്, ഒപ്പം തന്നെ ഈ സുൽത്താൻ ബത്തേരിയിലെ പുഴ കരകവിഞ്ഞൊഴുകുന്നതുമൊക്കെ. എത്രത്തോളം ജാഗ്രതയാണ് നൽകിയിട്ടുള്ളത്? ആവശ്യമായ നടപടികൾ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ടോ? തീർച്ചയായും ജില്ലാ ഭരണകൂടം ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ നമുക്കറിയാം, പുന്നപ്പുഴയിൽ ശക്തമായ മഴയെ തുടർന്ന് മുൻപ് ഉരുൾപൊട്ടലുണ്ടായ ഭാഗത്തു നിന്നുള്ള മണ്ണുകളെല്ലാം തന്നെ ഒലിച്ചു വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സമീപ പ്രദേശങ്ങളിലുള്ള ആളുകളൊക്കെ തന്നെ ക്യാമ്പുകളിലേക്ക് മാറ്റുകയും എന്തെങ്കിലും ഒരു അപകടകരമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ എന്നുള്ളതും ജില്ലാ ഭരണകൂടം ഉറ്റുനോക്കുന്നുണ്ട്. ഒപ്പം തന്നെ വടക്കൻ ജില്ലകളിൽ വലിയ തരത്തിലുള്ള മഴ തന്നെയാണ്, പ്രത്യേകിച്ച് കിഴക്കൻ മലയോര മേഖലയിലെല്ലാം തന്നെ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ വയനാട്, തൃശൂർ, ഇടുക്കി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് മഴയെ തുടർന്ന് അവധി നൽകിയിരിക്കുന്നത്. 60 കിലോമീറ്റർ വേഗത്തിൽ വരെ ശക്തമായ കാറ്റ് വീശാനുള്ള സാധ്യതയാണ് പറയുന്നത്. തൃശൂർ ജില്ലയിലും ഒപ്പം തന്നെ മറ്റ് ചില ജില്ലകളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് അവധി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇടുക്കി ജില്ലയിലെയും ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. കടൽ തീരത്തുള്ളവർ, പ്രത്യേകിച്ച് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ആളുകളോട് ഇത്തരത്തിലുള്ള ജോലികളിലൊന്നും തന്നെ ഏർപ്പെടരുത്, കടലിലേക്ക് പോകരുത് എന്നുള്ള കാര്യവും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്. കിഴക്കൻ മലയോര മേഖലയിൽ വിവിധ തരത്തിലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്. മഴക്കാലത്ത് ഇത്തരം സ്ഥലങ്ങളിലേക്ക് ആളുകൾ പോകുന്നത് പതിവാണ്. എന്നാൽ ഇവയെല്ലാം തന്നെ വിലക്കിക്കൊണ്ട് അതത് ഗ്രാമപഞ്ചായത്തുകളും അത്തരം നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. ശരി, രാകേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ശക്തമായ മഴ പലയിടത്തും തുടരുകയാണ്. ആവശ്യമായ ജാഗ്രത ജനങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്.